പ്രിയമുള്ളവരെ, വചനജ്വാല ഇന്ന് 1012 ദിവസത്തിലേക്ക് പ്രവേശിക്കുന്നു. ഇന്ന് തിരുഹൃദയ വണക്കമാസം 8 ദിവസത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ജൂൺ 8 ശനിയാഴ്ച. നമ്മൾ ഇന്ന് പ്രത്യേകമായി ഈശോയുടെ തിരുഹൃദയ വണക്കമാസം 8 ദിവസത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്നു തന്നെ മറിയത്തിന്റെ വിമല ഹൃദയ തിരുനാൾ കൂടി ആഘോഷിക്കുകയാണ്. ഈശോയുടെ തിരുഹൃദയ തിരുനാളിന്റെ പിറ്റേ ദിവസം ശനിയാഴ്ച മറിയത്തിന്റെ വിമല ഹൃദയ തിരുനാൾ കൊണ്ടാടുകയാണ്. ഈ 2 ഹൃദയങ്ങളും 9 മാസം ഒരേ ശരീരത്തിലായിരുന്നുവല്ലോ. ഒരേ രക്തമാണ് ഇരുവരുടെയും സിരകളിലൂടെ ഓടുന്നത്. അത്ഭുത കാശുരൂപം വിമല ഹൃദയത്തോടുള്ള ഭക്തി പ്രോത്സാഹിപ്പിച്ചു. ഫാത്തിമ ദർശനത്തിൽ ലൂസിയോട് വിമല ഹൃദയ ഭക്തിയെപ്പറ്റി സംസാരിച്ചിരുന്നു. ഫാത്തിമയിലെ ജസീന്ത, ഫ്രാൻസിസ്, ലൂസി എന്നീ 3 കുട്ടികൾക്ക് ഉണ്ടായ പ്രഥമ ദർശനത്തിന്റെ രജത ജൂബിലി വർഷത്തിൽ ലോകത്തെ മറിയത്തിന്റെ വിമല ഹൃദയത്തിനെ പ്രതിഷ്ഠിച്ചു. വ്യക്തികളും സമൂഹങ്ങളും തങ്ങളെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിച്ച് വിശുദ്ധ കുർബാനയിലൂടെയും ജപമാല ചൊല്ലിയും മറിയത്തിന്റെ വിമല ഹൃദയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചും ഈ തിരുനാൾ കൊണ്ടാടുന്നു. നമുക്കും അവരോടൊപ്പം പ്രാർത്ഥിച്ചുകൊണ്ട് മറിയത്തിന്റെ വിമല ഹൃദയ തിരുനാളിൽ പങ്കുകാരാകാം. നമ്മൾ ഇന്ന് വചന വായനയിൽ യൂദിത്തിന്റെ പുസ്തകം 6-ാം അധ്യായം 10 മുതൽ 21 വരെയുള്ള വാക്യങ്ങളാണ് ശ്രവിക്കുക. അനന്തരം ആഗിയോറിനെ പിടിച്ചുകൊണ്ടുപോയി ബത്തൂലിയായിലെ ഇസ്രായേൽ ജനത്തെ ഏൽപ്പിക്കാൻ ഹോളോഫർണസ് പാളയത്തിൽ തന്റെ പരിചാരകരായ അടിമകളോട് ആജ്ഞാപിച്ചു. അവർ അവനെ പാളയത്തിൽ നിന്ന് സമതലത്തിലേക്ക് കൊണ്ടുപോയി. അവിടെ നിന്ന് അവർ മലനാട്ടിലേക്ക് കയറി ബത്തൂലിയായുടെ താഴ്വരകളിലെ അരുവികൾക്കരികെ എത്തി. നഗരവാസികൾ അവരെ കണ്ടയുടനെ ആയുധങ്ങൾ കയ്യിലെടുത്ത് ഓടി കുന്നിൻ മുകളിലെത്തി. കവിണക്കാർ കല്ലുകൾ എറിഞ്ഞ് അവർ മുകളിലേക്ക് കടക്കാതെ തടഞ്ഞു. എങ്കിലും അവർ മലഞ്ചെരുവിൽ സുരക്ഷിത സ്ഥാനത്ത് എത്തി. അഗിലിയോറിനെ ബന്ധിച്ച് കുന്നിന്റെ അടിവാരത്തിൽ ഉപേക്ഷിച്ചിട്ട് യജമാന സന്നിധിയിലേക്ക് അവർ മടങ്ങി. ഇസ്രായേൽ ജനം നഗരത്തിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ അവനെ കണ്ടു. അവർ അവന്റെ കെട്ടുകൾ അഴിച്ച് ബത്തൂലിയായിൽ കൊണ്ടുവന്നു നഗരത്തിലെ നീതിപീഠത്തിന് മുമ്പിൽ നിർത്തി. ശിമയോൻ ഗോത്രജനായ മിക്കായുടെ പുത്രൻ ഉസിയ, ഗൊത്തോനിയാലിന്റെ പുത്രൻ കാബ്രിസ്, മെൽക്കിയേലിന്റെ പുത്രൻ കാർമീസ് എന്നിവരായിരുന്നു അക്കാലത്തെ നീതിപാലകന്മാർ. അവർ നഗരത്തിലെ ശ്രേഷ്ഠന്മാരെ വിളിച്ചുകൂട്ടി. അവരുടെ യുവാക്കളും സ്ത്രീകളും സഭയിൽ ഓടിയെത്തി. ആഗിയോർ ജനമധ്യത്തിലേക്ക് ആനയിക്കപ്പെട്ടു. സംഭവിച്ചെന്തെന്ന് ഉസിയ അവനോട് ആരാഞ്ഞു. ഹോളോഫർണസിന്റെ സദസ്സിൽ നടന്നതും അസീറിയൻ നേതാക്കന്മാരുടെ മുമ്പിൽ താൻ പറഞ്ഞതും ഇസ്രായേൽ ഭവനത്തിനെതിരെ അങ്ങേയറ്റം ധിക്കാരത്തോടെ ഹോളോഫർണസ് ജൽപ്പിച്ചതുമായ കാര്യങ്ങൾ അവർ വെളിപ്പെടുത്തി. അപ്പോൾ ജനം ദൈവത്തെ സാഷ്ടാംഗം നമസ്കരിച്ച് ആരാധിച്ചു. അവർ അവിടുത്തോട് നിലവിളിച്ചപേക്ഷിച്ചു, സ്വർഗത്തിന്റെ ദൈവമായ കർത്താവേ, അവരുടെ അഹങ്കാരം കാണണമേ.
ഞങ്ങളുടെ ജനത്തിനേൽപ്പിക്കുന്ന അപമാനമോർത്ത് അവിടുന്ന് കരുണ കാണിക്കണമേ. അവിടുത്തെ സമർപ്പിത ജനതയെ കടാക്ഷിക്കണമേ. അവർ ആഗിയോറിനെ ആശ്വസിപ്പിക്കുകയും മുക്തകണ്ഠം പ്രശംസിക്കുകയും ചെയ്തു. ഉസിയ അവനെ സദസ്സിൽ നിന്ന് തന്റെ ഭവനത്തിലേക്ക് കൊണ്ടുപോവുകയും ശ്രേഷ്ഠന്മാർക്കൊരു വിരുന്ന് നൽകുകയും ചെയ്തു. തങ്ങളെ സഹായിക്കണമേ എന്ന് രാത്രി മുഴുവൻ ഇസ്രായേലിന്റെ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. നമ്മൾ ഇന്ന് ആഗോള കത്തോലിക്ക സഭയിൽ മെത്രാനായ വിശുദ്ധ മെഡാർഡിനെയും നമ്മുടെ ഇടയിൽ നിന്നും പുത്തഞ്ചിറ ഗ്രാമത്തിൽ നിന്ന് വിശുദ്ധ പദവിയിലേക്ക് ഉയർന്ന വിശുദ്ധ മറിയം ത്രേസ്യയെയും അനുസ്മരിക്കുന്ന പൊൻസുദിനം കൂടിയാണ് ഇന്ന്. കുടുംബങ്ങളുടെ മധ്യസ്ഥയായ വിശുദ്ധ മറിയം ത്രേസ്യ വളരെ ചെറുപ്പത്തിൽ മുതൽ പുണ്യവതി എന്ന പേര് സമ്പാദിച്ചിരുന്നു. 5-ാം വയസ്സ് മുതൽ ഉപവാസം അനുഷ്ഠിച്ചു തുടങ്ങി. 1876 ജനനം. 1912 നവംബർ 26 ത്രേസ്യ ഒല്ലൂരിലുള്ള കർമ്മലീത്ത മഠത്തിൽ പ്രവേശിച്ചെങ്കിലും 1913 മേനാച്ചേരി പിതാവിന്റെ അനുവാദത്തോടെ തിരുക്കുടുംബ സഭ സന്യാസിനി സഭ സ്ഥാപിക്കുകയും പിന്നീട് 1914 ഹോളി ഫാമിലി സന്യാസ സമൂഹമായി മാറുകയും ചെയ്തു. കുടുംബങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രയത്നിച്ച മറിയം ത്രേസ്യ 1926 ജൂൺ 26 ദിവംഗതയായി. 2019 ഒക്ടോബർ 13 ഫ്രാൻസിസ് മാർപ്പാപ്പ വിശുദ്ധ മറിയം ത്രേസ്യയെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു. നമുക്ക് വിശുദ്ധ മറിയം ത്രേസ്യയുടെ മധ്യസ്ഥം യാചിച്ച് മെത്രാനായ വിശുദ്ധ മെർഡാഡിന്റെ മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ പ്രത്യേകതയായ ഈശോ മറിയത്തിന്റെ വിമല ഹൃദയ തിരുനാളിന്റെ എല്ലാ മംഗളങ്ങൾ നേർന്നുകൊണ്ടും നമുക്ക് ആ മാതാവിന്റെ പ്രത്യേക മധ്യസ്ഥം യാചിച്ചും ഇന്നത്തെ ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം.